ഹലോ, വെൽക്കം ടു മൈ ചാനൽ രേഷ്മ സജീവ്. ഫ്രണ്ട്, ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്ന് മാഗി ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേഗം തന്നെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ സമയമായിട്ടില്ല. ഫ്രണ്ട്സിന് ഇപ്പോൾ എൻ്റെ മകനെ ഇന്ന് പിന്നെ 12 o'clock ഇന്ന് അവന് ക്ലാസ്. അപ്പോൾ അവനിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ഉറങ്ങുന്നത്ര. അവൻ എണീച്ചിനി. അപ്പോൾ കുറച്ച് പിന്നെ കഴിഞ്ഞ് പിന്നെ അവൻ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എല്ലാ പണിയും ബാക്കിയുണ്ട് അത്ര. ഇന്ന് എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും എല്ലാ കാശിൻ്റെ എല്ലാം അടക്കണ്ടതാണ്. അപ്പോൾ ഇന്നലെ രാത്രി കുറേ ഞാനും എൻ്റെ ഹസ്ബൻഡ് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമൊക്കെ ആയി. പക്ഷേ എൻ്റെ വളരെ ബുദ്ധിമുട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി എനിക്ക് കുളിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് തീരെ ഒരു മൂഡില്ല. ആകെ മൂഡ് ഓഫാക്കി ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിവേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു, മീൻസ് എന്ത് ബുദ്ധിമുട്ടായാലും നമുക്ക് ഇങ്ങനെ സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം ഒക്കെ. പക്ഷെ ഓരോ ഭയങ്കര ടെൻസ്ഡായിട്ട് ഞാൻ എന്ത് പ്രോബ്ലമായി ടെൻഷൻ അടിച്ചാലും പിന്നെ അത് എനിക്കും ടെൻഷനാണ്. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചാൽ എൻ്റെ എല്ലാ പണിയും ഫ്ലോപ്പോ. ബിക്കോസ് ഞാൻ വീട്ടിലെ പണിയും എടുക്കുന്നുണ്ട്, പിന്നെ ഓരോ കൂടിയും പണിയെടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ വ്ളോഗ്സും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറേ വേറെ ടൈപ്പ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിലും വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ ടൈം ടേബിളിനനുസരിച്ചിട്ട് ഞാനെല്ലാം ഉണ്ടാക്കും. അതുകൊണ്ട് ഡെയിലി അതിൻ്റെയും ചിലവോ ഇൻകമോ എക്സ്പെൻസസോ പിന്നെ ടൈം ടേബിൾ എല്ലാം ഒരു ബുക്ക് 3 ബുക്ക് വെച്ചിട്ട് എല്ലാം എനിക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ പ്രോബ്ലമില്ല. അത് കുറച്ച് 2-3 മാസം കുറച്ച് ടൈറ്റായിരിക്കും, അല്ല 1 മാസം അങ്ങനെ ടൈറ്റായിരിക്കും. ഇപ്പം തുടങ്ങിയ ബിസിനസ്. അപ്പോൾ അതിന് നമ്മൾ വിഷമിച്ച് നിന്നാൽ നമ്മളെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പാവും. പിന്നെ അതും സ്റ്റോപ്പായാൽ പിന്നെ ഇതും സ്റ്റോപ്പായാൽ എല്ലാം നമ്മൾ പിന്നെ വിചാരിക്കുന്ന നമുക്ക് ഒന്നും നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലിങ്ങനെ ഒരു പേടി വരും. അപ്പോൾ അത് ഒരു സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം പറഞ്ഞാൽ നമ്മളത് എൻ്റെത് അങ്ങ് ഇതാണ്. പക്ഷേങ്കിൽ സഹിച്ച് നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാനത് മറക്കും. പോട്ടെ, ഒരു വെള്ളം കുടിച്ച് കുറച്ച് ഭക്ഷണം കഴിച്ച് ഓക്കെ പോട്ടെ, ചിന്തിക്കണ്ട. അപ്പോൾ ചിന്തിച്ചാൽ ഇതിനേക്കാളും വലിയ ഹെൽത്ത് പ്രോബ്ലം വരുന്നത്, ഇഷ്യൂസ് വരുന്നത് അത് വേറെയാണ്. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഒരുപാട് ചിലവ് വിട്ടാലും തന്നെ അതിൻ്റെ ഒരു മെൻ്റലിയിലെ ഒരു ഡ്രോബാക്സ് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇവിടെ സ്വയം മെൻ്റലി കൺട്രോൾ ചെയ്യുന്ന കുറേ മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ് എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ്മാരോട് ഷെയർ ചെയ്യാനോ അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാനോ എല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ എപ്പെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈ ആവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തരുത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിന് സന്തോഷത്തിൽ കണ്ടിന്യൂ ചെയ്യണം. എപ്പെങ്കിലും ഒരു ദിവസം എന്തായാലും അത്ര ട്രൈ ചെയ്താൽ ഒരു ദിവസം എന്തായാലും സക്സസ് കിട്ടും, അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. പക്ഷേങ്കിൽ ഇവരെന്നെ സക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവരോട് ഞാൻ
2-3 കൊല്ലം മുന്നേ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഓർക്ക് ഒരു ചേഞ്ചസും ഇല്ല. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇതിന് പ്രോബ്ലം അഡിക്റ്റഡാണ്. അപ്പോൾ അതിന് മാറി ഇപ്പം നല്ല ആളായിട്ടില്ല. മീൻസ് ഇത്രയും ബെസ്റ്റ് ആളാവാൻ പറ്റും. അപ്പോൾ ഓരോ ഞാൻ അത്രയും ബെസ്റ്റ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കപ്പിളാണ്, എൻ്റെ ഹസ്ബൻഡ് ലൈഫ് പാർട്ട്ണർ. ഓരോ ഇത്രയും നന്നായിട്ട് ഞാൻ ഓരോ മൈൻഡിനെ മാറ്റി അവർക്ക് നല്ല സന്തോഷം. ഫുഡ് നമുക്ക് കുറവാണ്. ഫ്രൂട്ട്സ് എല്ലാം കാര്യങ്ങൾ മേടിക്കാനും പിടിക്കാനും. പിന്നെ എന്താണ് ഫ്രൂട്ട്സ് അധികം മരുന്ന് അടിച്ച ഫ്രൂട്ട്സാണ്. ഇപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, നമുക്ക് നല്ല ഫ്രൂട്ട്സ് പിന്നെ പാരൻസിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള താഴെ നമുക്ക് അതിൻ്റെ ചെറിയ എൻജിൻ, ഇവരെ ചെറിയ എൻജിൻ, അപ്പോൾ അവർ ആയിട്ട് കുറേ ബനാനാസ് നല്ല നല്ല ഹെൽത്തി കാര്യങ്ങളെല്ലാം ചെയ്താലും കഴിച്ചാലും കുറേ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഓർക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ഓരോ മൈൻഡ് കുറച്ച് ഫ്രണ്ട്സ്മാരെ വിളിച്ച് ഓരോ കൂടെ ആയ കാര്യങ്ങൾ ഫുൾ നല്ല കാര്യങ്ങളും മോശം കാര്യം എല്ലാം പറയും. അപ്പോൾ ഫ്രണ്ട്സുമാരുടെ അടുത്ത് നിന്നാൽ നമുക്ക് എന്നാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചിന്തിക്കുന്ന മുന്നേ ഉണ്ട് ഇവിടെ കൊണ്ടുവരുന്നത് കുപ്പിയും അടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഇല്ല സൈഡ് എഫക്റ്റ് വേറെ. അപ്പോൾ അതിന് ഇപ്പോൾ പണ്ട് ഞാൻ അലൗഡ് ചെയ്തേനെ, ഇപ്പോൾ എനിക്ക് ഞാൻ ഓർക്കന്നെ പ്രോബ്ലമാണ്. അപ്പോൾ ഇപ്പം ബെറ്ററായി ലൈഫിലേക്ക് വരുന്ന സമയത്തെല്ലാം ഓർക്ക് ഇങ്ങനെ ഒരു തടസ്സം വരും. സോ ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ഡിപ്രഷൻ, ഒരു സാഡായി എല്ലാം മനസ്സിൽ പറഞ്ഞാൽ അപ്പം കുറേ വാക്കും സാറ്റിസ്ഫൈഡായി, ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് എത്തി, ഇതൊക്കെ കുളിച്ച് റെഡിയായി പുറപ്പെട്ട് വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് ചായ കൊടുക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, പാല് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് നടന്നു. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളെ. പിന്നെ താങ്ക് യു, ബൈ.